നമസ്കാരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 80ാം വാർഷികം രാജ്യം അഭിമാനത്തോടെ ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ലജ്ജിപ്പിക്കുന്നതാണ്. കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനമായ AICCയിൽ വെച്ച് നടന്നത് വെറുമൊരു അച്ചടക്ക ലംഘനമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആത്മാവിനോടുള്ള വെല്ലുവിളിയാണ്. വന്ദേ മാതരം ആലപിക്കുമ്പോൾ അത് തടയാൻ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കാട്ടിയ വെപ്രാളം ജനാധിപത്യ ഇന്ത്യയിൽ ചർച്ചയാവുകയാണ്. ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്, സോണിയാഗാന്ധിയും ഖാർഗെയും വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ്. വന്ദേ മാതരം പാടുന്നത് നിർത്താൻ അവർ ആംഗ്യം കാണിക്കുന്നു. തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയും ഇതേ രീതിയിൽ ഇടപെടുന്നു. എന്തിനാണ് ഈ ഭയം? എന്തുകൊണ്ടാണ് അവർക്ക് ഈ വരികൾ കേൾക്കുമ്പോൾ ഇത്രയധികം അസ്വസ്ഥത? ഇത് വെറുമൊരു അബദ്ധമല്ല, മറിച്ച് കോൺഗ്രസിന്റെ ദശകങ്ങളായുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ്. 1937 ജവഹർലാൽ നെഹ്റു വന്ദേ മാതരത്തെ 2 വരികളിലേക്ക് ചുരുക്കിയത് ഇന്ത്യയുടെ വിഭജനത്തിന് വഴിയൊരുക്കിയ തൃപ്തിപ്പെടുത്തൽ രാഷ്ട്രീയത്തിന്റെ തുടക്കമായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ളവർ മുൻപ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നത്തെ ആ പിഴവ് തിരുത്താൻ ഇന്നും കോൺഗ്രസ് തയ്യാറല്ല. സ്വന്തം ആസ്ഥാനത്ത് ദേശീയ ഗീതം പൂർണ്ണമായി പാടുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ അഭിമാനത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളത്? കോൺഗ്രസ് വാദിക്കുന്നത് സോണിയാഗാന്ധി ഖാർഗെയ്ക്ക് കസേര ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ്. എന്നാൽ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാകും, അതൊരു കസേര ആവശ്യപ്പെടുന്നതായിരുന്നില്ല, മറിച്ച് ഗാനാലാപനം നിർത്താനുള്ള തിടുക്കമായിരുന്നു എന്ന്. സ്വന്തം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇന്ന് ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ വന്ദേ മാതരത്തെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. പട്ടേലിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവർ വന്ദേ മാതരം പാടുമ്പോൾ എന്തിനാണ് പാകിസ്ഥാന്റെ മനോഭാവം വെച്ചു പുലർത്തുന്നത്? രാജ്യത്തെ പാർലമെന്റ് വന്ദേ മാതരത്തിന് അർഹമായ ബഹുമാനം നൽകണമെന്ന് നിയമം പാസാക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. നാളെ ഇത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെട്ടാൽ ഇത്തരം നേതാക്കൾക്ക് MP സ്ഥാനം വരെ നഷ്ടപ്പെട്ടേക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. സോണിയാഗാന്ധി ആയാലും ഖാർഗെ ആയാലും രാഹുൽ ഗാന്ധി ആയാലും. ഈ മണ്ണിലെ വായുവും വെള്ളവും ആസ്വദിക്കുമ്പോൾ ഈ മണ്ണിന്റെ ശക്തിയായ ദുർഗാദേവിയെ വന്ദിക്കുന്ന വരികൾ പാടാൻ മടി കാണിക്കുന്നത് കോൺഗ്രസിന്റെ അധപതനത്തിന്റെ തെളിവാണ്. AICCയെ നാളെ അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശിച്ചാലും അത്ഭുതപ്പെടാനില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. ജയ് ഹിന്ദ്.